എറണാകുളം മഹാരാജാസിൽ ഉയരുന്ന ഓരോ മുദ്രാവാക്യങ്ങളിലും മുഴങ്ങുന്ന ഒരു പേരുണ്ട്: അഭിമന്യു. ഞാൻ പെറ്റ മകനെ എന്ന് നെഞ്ചു തകർന്ന് വിളിച്ച ഒരു അമ്മയുടെ തേങ്ങൽ ഇന്നും ക്യാമ്പസിൽ തളം കെട്ടി നിൽക്കുന്നുണ്ട്. അഭിമന്യുവിന്റെ ഓർമ്മ ദിനമായ നാളെ മഹാരാജാസ് ക്യാമ്പസിൽ ഒത്തുകൂടും അവന്റെ സഹപാഠികളും പിൻഗാമികളും. മഹാരാജാസ് കോളേജിൽ നിന്നും തിയോഫിൻ ചേരുന്നുണ്ട്. തിയോഫിൻ, നാളെ അങ്ങനെ അഭിമന്യുവിന്റെ ഓർമ്മ ദിനമാണ്. എങ്ങനെയാണ് ക്യാമ്പസിലെ ഒരു അന്തരീക്ഷം? വിജി, അഭിമന്യുവിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ തന്നെ ഇന്ന് സഹപാഠികളും മഹാരാജാസ് കോളേജിലെ ഇപ്പോഴത്തെ വിദ്യാർത്ഥികളെല്ലാം ഒരുമിച്ച് കൂടിക്കഴിഞ്ഞു. SFIയുടെ നേതൃത്വത്തിലാണ് ഈ കൂട്ടായ്മ. വർഗീയതയ്ക്കെതിരെയുള്ള ഒരു ചുവരെഴുത്ത്, അഭിമന്യുവിൻ്റെ ഒരു ഡോക്യുമെൻ്ററി പ്രദർശനം. ഈ ഡോക്യുമെൻ്ററിയുടെ പ്രദർശനം ആരംഭിച്ചു കഴിഞ്ഞു. എന്തെല്ലാമാണ് ഇന്നത്തെയും നാളത്തെയും പരിപാടികളെന്ന് നമ്മളോടിപ്പോൾ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് തന്നെ വിശദീകരിക്കും. സഞ്ജീവ്, എങ്ങനെയാണ് പരിപാടികൾ? ഇന്നിപ്പോൾ അഭിമന്യുവിൻ്റെ സഖാക്കൾ ഒരുക്കിയ ഡോക്യുമെൻ്ററി പ്രദർശനം നടക്കുകയാണ്. ശേഷം പതാക ഉയർത്തും. പുഷ്പാർച്ചനയ്ക്ക് ശേഷം സഖാവ് അഭിമന്യു കൊല ചെയ്യപ്പെട്ട അതേ മതിലിൻ്റെ മുന്നിൽ സഖാവ് ഉയർത്തിപ്പിടിച്ച, ഇന്ന് ഈ രാജ്യം ഉയർത്തുന്ന, ഈ സംഘടന ഉയർത്തിപ്പിടിക്കുന്ന മഹത്തമായിട്ടുള്ള മുദ്രാവാക്യം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഒന്നിച്ച് അവിടെ ആലേഖനം ചെയ്യും. വർഗീയത തുലയട്ടെ എന്ന് വീണ്ടും അവിടെ എഴുതും. അതോടെ ഇന്നത്തെ പരിപാടികൾ അവസാനിക്കും. നാളെ വിദ്യാർത്ഥി റാലിയും SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പങ്കെടുത്തുകൊണ്ടുള്ള പൊതുസമ്മേളനവും ഒക്കെ ഉണ്ടാകും. ഈ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ പരിപാടികളെല്ലാം ക്യാമ്പസിനുള്ളിൽ തന്നെയാണോ? അതെ, പൂർണ്ണമായും ഇവിടെ തന്നെയാണ്, ഇവിടെ കേന്ദ്രീകരിച്ചാണ്. അതോടൊപ്പം പ്രകടനം ക്യാമ്പസിന് പുറത്തുനിന്ന് ആരംഭിച്ച് ക്യാമ്പസിലേക്ക് വരുന്ന രൂപത്തിലാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ കഴിയും, വിദ്യാർത്ഥികൾ ആഹ്വാനങ്ങൾ ഏതുമില്ലാതെ ഒഴുകിയെത്തുകയാണ്. വർഗീയതയ്ക്കെതിരെ, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി എങ്ങനെയായിരിക്കണം, ഒരു വിദ്യാർത്ഥി നേതാവ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായിട്ടുള്ള സഖാക്കളുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണങ്ങളിൽ ഒന്നാണ് അഭിമന്യു. ആ അഭിമന്യുവിനെ കൊലപ്പെടുത്തുന്നത് വഴി ഇവിടുത്തെ വർഗീയവാദികൾ ഉദ്ദേശിച്ചത് എന്താണോ അത് നടപ്പിലായിട്ടില്ല, അത് നടക്കില്ല എന്നതിൻ്റെ പ്രതിരോധങ്ങൾ 1000 വിദ്യാർത്ഥികളുടെ രൂപത്തിൽ ഇവിടെ അണിചേർന്ന് ഒഴുകുകയാണ്. നമ്മളിപ്പോൾ കാണുന്ന ഓരോ ദിവസം കഴിയുന്തോറും വർഗീയത പല രൂപത്തിലും ഇപ്പോൾ സമൂഹത്തിൽ വീണ്ടും വേരുറപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അഭിമന്യുവിൻ്റെ ഓർമ്മകൾ, അത് പ്രത്യേകിച്ച് ഒരു പ്രതിരോധം എന്ന നിലയിൽ സഖാവ് പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ അത് എത്രത്തോളം പ്രാധാന്യം, അല്ലെങ്കിൽ എത്രത്തോളം വലിയൊരു സന്ദേശമാണ് ഇപ്പോൾ സമൂഹത്തിന് കൊടുക്കുന്നത്? ഞങ്ങളെ നയിക്കുന്നത് പ്രതീക്ഷയാണ്, ഞങ്ങളെ നയിക്കുന്നത് സമരങ്ങളാണ്. ആരൊക്കെ എത്ര തെരഞ്ഞെടുപ്പുകൾ ജയിച്ച് വർഗീയതയെ ഇവിടെ ഒരു പൊതു സ്വഭാവമാക്കി മാറ്റാൻ ശ്രമിച്ചാലും, ആരൊക്കെ ഏത് ശക്തിയുടെ രൂപത്തിലും ഇവിടെ ഇടപെടാൻ ശ്രമിച്ചാലും, മനുഷ്യർക്കിടയിലെ അടിസ്ഥാനപരമായുള്ള വികാരങ്ങളും വിചാരങ്ങളും മനുഷ്യ സ്നേഹമാണെങ്കിൽ, അവർ ഉയർത്തിപ്പിടിക്കുന്ന ബോധം അതാണെങ്കിൽ, അത് ഉയർത്തിപ്പിടിച്ച് അഭിമന്യു ഉയർത്തിയ രാഷ്ട്രീയവും ഇവിടെ നിലനിൽക്കും. അതിനെതിരെ പോരാട്ടം തുടരും, മുദ്രാവാക്യം തുടരും. ആ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ആ പ്രതീക്ഷ എന്ന് തന്നെയാണ് ഞങ്ങൾ മനുഷ്യരിൽ വിതക്കുന്നത്. താങ്ക് യു സർ. ഇപ്പോൾ തന്നെ ഇവിടെ ഡോക്യുമെൻ്ററി പ്രദർശനം ആരംഭിച്ചു കഴിഞ്ഞു. നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഇവിടെ തടിച്ചു കൂടിയിട്ടുള്ളത്. അഭിമന്യുവിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ അവരുടെ ഒരു സഹപാഠിയുടെ ഓർമ്മയും അതോടൊപ്പം തന്നെ വർഗീയതയ്ക്കെതിരെയുള്ള ഒരു പ്രതിരോധം എന്ന നിലയിൽ കൂടിയാണ് ഇപ്പോൾ മഹാരാജാസ് കോളേജിൽ രാത്രി ഈ വിദ്യാർത്ഥികളെല്ലാം ഒരുമിച്ച് കൂടിയത്. ഇപ്പോൾ ഡോക്യുമെൻ്ററി പ്രദർശനത്തിന് ശേഷം ഇവിടെ നിന്ന് എല്ലാവരും ഒരു റാലി പോലെ കോളേജിൻ്റെ മുൻവശത്തേക്ക് ചെല്ലും. കോളേജ് ക്യാമ്പസിനുള്ളിൽ തന്നെയാണ്. അവിടെ പുഷ്പാർച്ചന, അതിനുശേഷം ക്യാമ്പസ് ചുറ്റി ക്യാമ്പസിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഒരു ഗേറ്റ്, അതിനടുത്താണ് ആ ചുമരിൽ അന്ന് ചുമരെഴുത്ത് നടത്തുമ്പോഴാണ് അഭിമന്യുവിനെ വർഗീയവാദികൾ ആക്രമിച്ചത്. വർഗീയവാദികളുടെ കൊലക്കത്തിക്കിരയായത് അതേ സ്ഥലത്ത് എവിടെയാണോ അദ്ദേഹത്തിൻ്റെ ഈ അഭിമന്യു ഓർമ്മയായത് വെച്ച് ഇന്ന് വീണ്ടും വർഗീയതയ്ക്കെതിരെയുള്ള ഒരു ശക്തമായ ചുവരെഴുത്ത്, അത് വിദ്യാർത്ഥികളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് നേതാക്കൾ ഉൾപ്പെടെ ഉണ്ട്. അതാണ് ഇനി അടുത്ത പരിപാടികൾ. അതോടൊപ്പം അത് ഇന്ന് രാത്രി പുലരുന്നതോടുകൂടിയുള്ള പരിപാടി, അതായത് അർദ്ധരാത്രിയാണ് അത് നടക്കുക. അല്പസമയത്തിനകം ഇവിടെ ശേഷം പുഷ്പാർച്ചന കൂടെ നടത്തി എല്ലാവരും ഒരുമിച്ച് കിഴക്കേ ഗേറ്റിൻ്റെ അരികിലേക്ക് പോകും. അവിടുത്തെ ചുവരിലാണ് വർഗീയതയ്ക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയുള്ള സന്ദേശം ചുവരിലെഴുതുക. പിന്നീടുള്ളത് നാളത്തെ പരിപാടികളാണ്. നാളെയും വിവിധ പരിപാടികൾ കോളേജിനുള്ളിലുള്ള ആസൂത്രണം ചെയ്യുന്നുണ്ട്. എല്ലാവരും, വിദ്യാർത്ഥികളെല്ലാം ഒറ്റക്കെട്ടായി ഇതിലെല്ലാം പങ്കെടുക്കും. വർഗീയതയ്ക്കെതിരെയുള്ള ഒരു സന്ദേശം
വർഗീയവാദികൾ എത്രത്തോളം അല്ലെങ്കിൽ സമൂഹത്തിൽ വേരുറപ്പിക്കാതിരിക്കാനുള്ളൊരു ശ്രമം ആ സമൂഹത്തിന് കൂടി സന്ദേശം നൽകുന്ന രീതിയിൽ വിദ്യാർത്ഥികളെല്ലാം വർഗീയതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന സന്ദേശം കൂടി പകർന്നുകൊണ്ടാണ് അഭിമന്യുവിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ എല്ലാവരും ഒത്തുകൂടുന്നത്. SFI ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്. വിജി. തിയോഫിൻ, നാളെ പുലർച്ചെ വരെ നീളുന്ന അനുസ്മരണ പരിപാടികളാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാത്രി ഡോക്യുമെന്ററി പ്രദർശനം, ശേഷം എന്തെല്ലാമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്? വിജി, ഇപ്പോൾ ഡോക്യുമെൻ്ററി പ്രദർശനം ആരംഭിച്ചു കഴിഞ്ഞു. 11 മണി കഴിഞ്ഞതോടുകൂടി ഡോക്യുമെൻ്ററി പ്രദർശനം തുടങ്ങി. അതിനുശേഷം ഇവിടെ നിന്ന് വിദ്യാർത്ഥികൾ ഈ ഡോക്യുമെൻ്ററി പ്രദർശനം പൂർത്തിയായി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇപ്പോൾ ക്യാമ്പസിൻ്റെ മധ്യഭാഗത്താണ്, ഉള്ളിലാണ്. ഇവിടെ നിന്ന് ഈ വലതുവശത്തേക്ക്, ഇപ്പം നമ്മൾ നിൽക്കുന്നതിൻ്റെ ഈ ഭാഗത്തേക്ക് വിദ്യാർത്ഥികൾ ഒരുമിച്ച് പോയി ക്യാമ്പസിൻ്റെ പ്രധാന ഗേറ്റിൻ്റെ കവാടത്തിൽ നിന്ന് കടന്നു വരുന്ന ഭാഗത്തു നിന്ന് ഇടതുഭാഗത്തായി ആ ഒരു യൂണിയൻ ഓഫീസിന് സമീപത്തായി ഒരു ഓർമ്മ സ്തംഭമുണ്ട്. ആ സ്തൂപത്തിൽ അവിടെ പുഷ്പാർച്ചന നടത്തുന്നു. അതിനുശേഷം ക്യാമ്പസിൻ്റെ ഉള്ളിൽ കൂടി തന്നെ പ്രധാന ക്യാമ്പസിന് ചുറ്റുമുള്ള വഴിയുണ്ട്. അതിലൂടെ കടന്ന് അപ്പുറത്തെ ഭാഗത്ത് ആണ് ഗേറ്റ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കിഴക്ക് ഭാഗത്തുള്ള ഗേറ്റ്. അവിടെയാണ് അഭിമന്യു കുത്തേറ്റ് വീണത്. ചോരത്തുള്ളികൾ വീണ ആ സ്ഥലത്ത്, അവിടെ ആ ഗേറ്റിന് സമീപമുള്ള മതിലിലാണ് വർഗീയതയ്ക്കെതിരെയുള്ള ഒരു ചുവരെഴുത്ത് നടക്കുക. അത് ഈ ഡോക്യുമെൻ്ററി പ്രദർശനവും പുഷ്പാർച്ചനയും കഴിഞ്ഞ ശേഷമാണ് അത് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഏറെ സമയം അങ്ങനെ തന്നെ പോകും. പുലർച്ചയോടുകൂടി അത് ഇനി നേരം വെളുത്തു കഴിഞ്ഞാൽ ഇതാണ് ഇന്ന് രാത്രി, അതായത് പുലരുന്നതിന് മുൻപ് ഈ ക്യാമ്പസിൽ പ്ലാൻ ചെയ്തിട്ടുള്ള അനുഭവിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ നടത്തുന്ന പരിപാടി. അതിനുശേഷം നാളെ പകൽ വീണ്ടും വേറെയും പരിപാടികൾ, അനുസ്മരണ സമ്മേളനമുണ്ട്. അങ്ങനെ തുടർന്നുള്ള പരിപാടികൾ, ഒട്ടനവധി പരിപാടികൾ SFI പ്ലാൻ ചെയ്തിട്ടുണ്ട്. വിജയ്. ശരി തിയോഫിൻ, അഭിമന്യുവിൻ്റെ ഓർമ്മ ദിനമാണ് നാളെ. അഭിമന്യുവിൻ്റെ ഓർമ്മയിലാണ് മഹാരാജാസ് ക്യാമ്പസ്.